ദുരന്തപൂർണമായ ഭൂതകാലമുള്ള സ്വേച്ഛാധിപതികൾ. ചെങ്കിസ് ഖാൻ 9 വയസ്സുള്ളപ്പോൾ ശത്രുക്കൾ അവന്റെ പിതാവിനെ വിഷം കൊടുത്തു കൊന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഗോത്രം ആ കുടുംബത്തെ പട്ടിണിയിൽ ഉപേക്ഷിച്ചു. ഭീതിയോടെയും ക്രൂരമായി പരിഹസിക്കപ്പെട്ടവനായും അടിമയാക്കപ്പെട്ടവനായുമാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ തന്റെ വധു തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു. യാതനകൾ അനുഭവിച്ച ആ ആൺകുട്ടി പിന്നീട് 4 കോടി ആളുകളെ കൊന്നൊടുക്കുകയും മുഴുവൻ രാജ്യങ്ങളെയും ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ചു നീക്കുകയും ചെയ്ത കഠിനഹൃദയനായ ഒരു ആക്രമിയായി മാറി. മരണങ്ങളാൽ ചുറ്റപ്പെട്ടാണ് കല്ലിഗുല വളർന്നത്. അവന്റെ പിതാവിനെ വിഷം കൊടുത്തു കൊന്നു. അവന്റെ അമ്മയെ തടവറയിൽ പട്ടിണിക്കെടുത്തി കൊല്ലിച്ചു. അവന്റെ സഹോദരന്മാരെയെല്ലാം വധിച്ചു. പിന്നീട് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള കലാപങ്ങൾ തടയുന്നതിനായി തന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയ ടൈബീരിയസ് ചക്രവർത്തിയുടെ കനത്ത നിരീക്ഷണത്തിൽ ജീവിക്കാൻ അവൻ നിർബന്ധിതനായി. എല്ലാ വികാരങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് അവൻ അതിജീവിച്ചു. അങ്ങനെ അവൻ തികഞ്ഞ ഒരു നടനായി മാറി. ഒടുവിൽ അവൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ അടിച്ചമർത്തപ്പെട്ട ആ ആഘാതങ്ങൾ ഭ്രാന്തായി പൊട്ടിത്തെറിച്ചു. അവൻ വിനോദത്തിനായി ആളുകളെ പീഡിപ്പിക്കുകയും അത്താഴ വിരുന്നുകളിൽ സെനറ്റർമാരുടെ ഭാര്യമാരെ മാനഭംഗപ്പെടുത്തി അവരെ അപമാനിക്കുകയും ചെയ്തു. പ്രഷ്യൻ രാജകുമാരനായ ഫ്രെഡറിക് കലയും സംഗീതവും ഇഷ്ടപ്പെട്ടിരുന്ന സൗമ്യനായ ഒരു കുട്ടിയായിരുന്നു. എന്നാൽ അവന്റെ പിതാവ് അവനെ മൃദുവാണ് എന്ന കാരണത്താൽ അവന്റെ യൗവനകാലത്തുടനീളം പരസ്യമായി മർദ്ദിക്കുമായിരുന്നു. 18-ാം വയസ്സിൽ ഫ്രെഡറിക് തന്റെ ഉറ്റ സുഹൃത്തിനൊപ്പം ഒളിച്ചോടാൻ ശ്രമിച്ചു. ഒരുപക്ഷെ അവന്റെ കാമുകനായിരിക്കാം. എന്നാൽ അവർ പിടിക്കപ്പെട്ടു. തന്റെ സുഹൃത്തിന്റെ തല വെട്ടിമാറ്റുന്നത് ഒരു ജനാലയിലൂടെ നോക്കിക്കാണാൻ പിതാവ് അവനെ നിർബന്ധിച്ചു. ആ നിമിഷത്തിൽ അവനിലെ കലാകാരൻ അന്തരിക്കുകയും അങ്ങനെ ഫ്രെഡറിക് ദ ഗ്രേറ്റ് ആയി മാറി. പ്രഷ്യയെ യൂറോപ്പിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന യുദ്ധയന്ത്രമാക്കി മാറ്റിയ അയേൺ കിങ് ആയി അധപ്പതിച്ചു.